ഒരു കാട്ടിന്റെ ഇടയിലാണ് ഞാനിപ്പോ നിൽക്കുന്നത്. നിങ്ങൾക്ക് ആ വീട് കാണാം. കണ്ണൂരിൽ നിന്ന് കൊണ്ടുവന്ന ചെങ്കലിലാണ് ചെയ്തേക്കുന്നത്. ചിലപ്പോൾ ഞാനിങ്ങനെ നടന്നു വരുമ്പോൾ ഇവിടെ ഒരു മാനുണ്ടാവും, വലിയൊരു മാൻ ഇങ്ങനെ നോക്കി, അല്ലെങ്കിൽ കാട്ടുപോത്തുകൾ ഉണ്ടാവും. പക്ഷെ നമ്മളൊന്നും ഉപദ്രവിക്കാറൊന്നുമില്ല. അതിങ്ങനെ നോക്കും, നമ്മൾ നോക്കും, അന്യോന്യം റെക്കഗ്നൈസ് ചെയ്യുന്നു, നമ്മൾ പോകണം. ആശിനെ 3 തവണ പുലി പിടിച്ച. ആദ്യം പിടിച്ചിട്ട് ഇവന്റെ കഴുത്തിൽ കടിച്ചതിന്റെയാണ്. ഇവിടെ കണ്ടില്ലേ, അതൊന്ന് കാണിച്ചു കൊടുത്തടാ. ഇവിടെ പാടുണ്ട്, ഇവിടുന്നാണ് കടിച്ചത്. 4 പാടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു പ്രാവശ്യം കൂടി പുലി പിടിച്ചു വീടിനുള്ളിൽ നിന്ന്. 3ാമത്തെ തവണ പുറത്തുനിന്നാണ് പിടിക്കുന്നത്. പിന്നെ ഇപ്പൊ വീടൊക്കെ അടയ്ക്കാൻ തുടങ്ങി സാറ്. അതെ, ആനയും വരുന്നുണ്ട്. ഇത് ആന ആക്ച്വലി ആന പോകുന്ന താരാണ്, ആനത്താരാണ് ഇത്. ഇതിലെയാണ് അവൻ വരിക. വന്നിട്ട് ഇതിലേ ഇറങ്ങി കുടിക്കാൻ പോകുന്നതായിരിക്കും. അതിലെയാണ് താഴേക്ക് ഇറങ്ങുന്നത്. അപ്പൊ ഇതിന് ഞങ്ങൾ പറയുന്ന പേരെന്താ, ഈ മരത്തിന് അവതാർ ട്രീ എന്ന് പറയുന്നത്. അവതാർ സിനിമയിൽ കാണുന്ന മരം ഉണ്ടല്ലോ, പല പല ചെടികൾ ഇങ്ങനെ വീഴുന്നു. പല ചെടികൾ ഇതിനകത്ത് കമൻസലായിട്ട് കൂടിയിട്ടുണ്ട്. ഓ, പിടിച്ചു കയറ്റാ. ഓ, നോക്കടാ, പിടിച്ചു കയറ്റുന്നടാ. അതെ, അത് വയനാട് ഒച്ചാണ്. ഈ കാട്ടിന്റെ ഇടയിൽ ഡോക്ടർ ചെയ്ത് വെച്ചേക്കുന്ന ഒരു തൂക്കുപാലമാണ് നിങ്ങൾ കാണുന്നത്. കുട്ടികളുടെ ഹൃദയ ഡോക്ടർ ആയതുകൊണ്ട് അതിന് ഹൃദയത്തിന്റെ മാതൃകയിലാണ് നമ്മൾ ശ്രദ്ധിച്ചു നോക്കണം. ഹൃദയത്തിന്റെ മാതൃകയിലാണ് ഡോക്ടർ ഇവിടെ കൺസ്ട്രക്ഷൻ നടക്കുന്നത്. പ്രകൃതിയുടെ ഭൂഗർഭത്തിൽ അങ്ങ് ആഴത്തിൽ നിൽക്കുക ഒരു സയന്റിസ്റ്റ്, ഒരു വ്യക്തിത്വത്തിന്റെ സ്വപ്നം, ഒരു വ്യക്തിത്വത്തിന്റെ സ്നേഹം. നമസ്കാരം. വയനാട്ടിലാണ്. മുണ്ട് മടക്കി കുത്തിയിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ വിചാരിക്കും. വേറൊന്നും കൊണ്ടല്ല, ഈ pH വാല്യൂ ഒക്കെ വളരെ 7 നിൽക്കുന്നതുകൊണ്ട് താഴെ മൊത്തം അട്ടയാണെന്നാണ് പറയുന്നത്. മറ്റേ ആ രക്തം കുടിക്കുന്നത്. നമ്മൾ നിൽക്കുന്നത് അത്രയും എനിക്ക് തോന്നുന്നു വളരെ ക്ലിനിക്കലി വളരെ ഹോളിസ്റ്റിക് ആയിട്ടുള്ളൊരു പ്ലേസിലാണെന്നാണ്. ഇപ്പൊ നിങ്ങൾ എൻ്റെ ബാക്ക്ഡ്രോപ്പിൽ കാണുന്നത് പ്രകൃതി രമണീയമായ ഒരു വാട്ടർഫോൾ ആണ്. അതിനെ കൊണ്ടുവന്ന് കണക്ട് ചെയ്തിരിക്കുന്നതാണ് കാണുന്നത്. ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുമ്പ്, ആരാണ് ആ വ്യക്തിത്വം? US-ൽ നിന്നും നാട്ടിലേക്ക് വന്നിരിക്കുകയാണ്. കുറേ ഡെവലപ്മെന്റ് പ്രോഗ്രാമും നമ്മളുടെ ഭാവി തലമുറകൾക്ക് വേണ്ടി കുറേ എന്തൊക്കെയോ ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹങ്ങളുമായി വന്ന ഡോക്ടർ ജോസഫ് വെട്ടുകാട്ടിൽ. ഡോക്ടർ ജോസഫ് ഒരു എൻവയൺമെന്റലിസ്റ്റ് ആണോ? ബിയോണ്ട് ദാറ്റ്. ഒരു സയന്റിസ്റ്റ് ആണോ? ബിയോണ്ട് ദാറ്റ്. ഒരു പണ്ഡിതനാണോ? ബിയോണ്ട് ദാറ്റ്. അങ്ങനെ ആശ്ചര്യപ്പെടുത്തുന്ന രീതിയിലുള്ള ഈ മഹത് വ്യക്തിത്വവുമായി ഒരു ദിവസം തങ്ങാനും അദ്ദേഹത്തിൻ്റെ അതിഥിയായി ഇവിടെ കൂടാനും കഴിഞ്ഞത് എൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. നമുക്ക് വിളിക്കാം അല്ലേ? ജോസഫ് വെട്ടുകാട്ടിൽ. ഇതാണ് ഡോക്ടർ ജോസഫ്. നമസ്കാരം ജോസഫ്. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. മാത്രമല്ല വേറെ ആളെ കൂടെ പരിചയപ്പെടാം. ആഷ്, കം 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 കം. ഇതാണ്ടോ ഇതാണ് ആഷ്, ഇവിടുത്തെ കുട്ടനാണ്. ഇതേപോലെ ഒരാളും കൂടെ ഉണ്ട്, റഫ് എന്നാണ് പേര്. റഫ് ഇപ്പം എത്തും. അപ്പോൾ ഡോക്ടറെ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം തന്നെ, നന്നായി പോകുന്നു അല്ലേ? ഇത് ഈ വെള്ളച്ചാട്ടത്തിൽ നിന്ന് തുടങ്ങാം. ഈ വെള്ളച്ചാട്ടത്തിന് കുട്ടികളുടെ ഹൃദയവുമായി ബന്ധമുണ്ടെന്നൊക്കെ പറയുന്നത് അതെങ്ങനെയാണ് ഡോക്ടർ? വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സർക്കുലേഷനെ പ്രതിദാനം ചെയ്യുക, നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ. അപ്പോൾ ഇതൊരു പ്രത്യേക രീതിയിൽ ഞാൻ ഈ വീട് ആദ്യം ഉണ്ടാക്കുമ്പോൾ അതെ, ചെങ്കലിലാണ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് ആ വീട് കാണാം. കണ്ണൂരിൽ നിന്ന് കൊണ്ടുവന്ന ചെങ്കൽ. ഒരു കാട്ടിന്റെ ഇടയിലാണ് ഞാനിപ്പോ നിൽക്കുന്നത്. പറയൂ. ഇതിലെ ചെറിയൊരു ചോലയായിരുന്നു ഇത്. ഈ ചോല നമുക്ക് നടക്കുമ്പോൾ ഇതിങ്ങനെ വലിയ മഴക്കാലത്ത് വലുതായിട്ട് വെള്ളപ്പൊക്കം ഉണ്ടാവും. അപ്പൊ എന്റെ മനസ്സിൽ, ഞാൻ ഹൃദയ ഡോക്ടർ ആയതുകൊണ്ട് എന്റെ മനസ്സിൽ ഇതെപ്പോഴും ആ സർക്കുലേഷനുമായിട്ട് രക്തമായിട്ടൊരു ബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുട്ടികളുടെ ഹൃദയ ഡോക്ടർ ആയതുകൊണ്ട് എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ അവരുടെ കുട്ടികളുടെ ഹൃദയത്തിന്റെ വൈകല്യങ്ങളെയാണ് നമ്മൾ ചികിത്സിക്കുന്നത്. അതിന് ഹൃദയത്തിന്റെ മാതൃകയിലാണ് നമ്മൾ ശ്രദ്ധിച്ചു നോക്കണം. ഹൃദയത്തിന്റെ മാതൃകയിലാണ് ഡോക്ടർ ഇവിടെ കൺസ്ട്രക്ഷൻ നടക്കുന്നത്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കഞ്ചനറ്റലി മാൽഫോംഡ് ഹാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഹൃദയത്തിന് സാധാരണഗതിയിൽ 4 അറകളാണുള്ളത്. പക്ഷേ ഏറ്റവും ഗുരുതരമായ ഹൃദ്രോഗമുള്ള കുട്ടികൾക്ക് ഈ അറകളെല്ലാം കൂടെ ഉള്ള ഭിത്തിയില്ലാതെ ഒറ്റ ഒരു പമ്പിങ് ചേമ്പറും ഒറ്റ കളക്ടിങ് ചേമ്പറുമായിട്ട് മാറുകയാണ്. അതിനെ പ്രതിനിധീകരിക്കുന്നതാണ് ഈ ശില്പം. അതായത് താഴത്തത് പമ്പിങ് ചേമ്പർ രണ്ടും കൂടെ ഒരുമിച്ചായിട്ട് ഒന്നാകുന്നു, മുകളിൽ കളക്ടിങ് ചേമ്പർ രണ്ടും കൂടെ ഒന്നാകുന്നു. ഇതിനെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. എന്നിട്ട് ഹൃദയത്തിൽ നിന്ന് പുറത്തേക്ക് പോകാനായിട്ട് രക്തക്കുഴലായിട്ട് ഒരെണ്ണേ ഉള്ളൂ, 2 കുഴലിന് പകരം. ആ ഒരു കുഴലാണ് നമ്മൾ അവിടെ കാണിക്കുന്നത്. അങ്ങനെ ഈ പ്രകൃതിയിലുള്ള വെള്ള ഒഴുക്കിനെ നമ്മളൊരു ചാനലാക്കി മാറ്റി അതിന്റെ ഒരു മാതൃകയാക്കി വെക്കുക.
പക്ഷേ ഇതിന് വേറൊരു രഹസ്യം കൂടിയുണ്ട്. അതായത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാം, ഇത് ഓം രീതിയിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ഓമിന്റെ അവസാനത്തെ പൂജ്യം അവിടെയാണ്. അവിടുന്ന് വെള്ളം വന്ന് ഇതിന് ഉള്ളിലേക്ക് പോയി അവിടെ വീഴുമ്പോ ഓമിന്റെ 4 പ്രകാരങ്ങളുണ്ട്. അതായത് വൈഖരി, മാധ്യമം, പശ്യന്തി, പര. ഈ 4 ഇതിനെയും ഇവിടെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ വന്ന് നിൽക്കുകയാണെങ്കിൽ ഇനി വളരെ ശ്രദ്ധിച്ച് കേട്ടാൽ ഒരു മുഴക്കം കേൾക്കാം. ആ ഓം എന്നുള്ളത് ചിത്രീകരിച്ച് സ്ഥിരമായിട്ട് മന്ത്രം ജപിക്കുന്ന ഒരു ഫീൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ശ്രമിച്ചിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ഇത് വെള്ളം ശേഖരിച്ച് വെള്ളം അതിനടിയിൽ കൂടി ഇങ്ങനെ പോയിട്ട് അപ്പോൾ നമ്മൾ സാംശീകരിച്ച് പുറത്തേക്ക് തള്ളി ഉച്ചരിച്ചിരിക്കുന്ന ശബ്ദത്തിനാണ് വൈഖരി എന്ന് പറയുന്നത്. അത് പിന്നെ മദ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഒരു മീഡിയം ഇതിൽ വരുന്നത്. പിന്നെ പശ്യന്തി നമ്മൾ ഉൾക്കാഴ്ച കൂടി കാണുന്ന. പിന്നെ പര എന്ന് പറഞ്ഞിട്ട് ആത്യന്തികമായിട്ടുള്ള സാക്ഷാത്കാരം ആ ഓമിൻ്റെ. ഈ 4 ഇതിനെയും കൂടി ഇവിടെ ഈ ഹൃദയ ഡോക്ടർ സംസ്കരിച്ചിട്ടുണ്ട്. അതാണ് ഈ ശില്പത്തിന്റെ അർത്ഥം. ഡോക്ടർ എങ്ങനെ ഈ കാട്ടിൽ എത്തിപ്പെടുന്നത്? ഇത് എനിക്ക് പ്രകൃതിയോട് പണ്ടേ വലിയ താല്പര്യമായിരുന്നു. ഞാൻ ജനിച്ചു വളരുന്നത് ഒരു കാടിനടുത്തുള്ള ഒരു ചെറിയ ഗ്രാമത്തിലാണ്. 1978-79 വർഷത്തിലാണ് ഞാൻ ആദ്യമായിട്ട് വയനാട്ടിൽ വരുന്നത്. അപ്പോൾ വയനാട്ടിൽ വരുമ്പോൾ അന്ന് വളരെ ഒരു മാന്ത്രികമായിട്ടൊരു അനുഭവം ഉണ്ടായി. അന്ന് എനിക്ക് വളരെ ഒരാഗ്രഹമായിരുന്നു വയനാട്ടിൽ എന്തെങ്കിലും ഒന്ന് താമസിക്കണം. അങ്ങനെ ഒരിക്കൽ ഇവിടെ വന്ന് ഈ കാടിൻ്റെ നടുക്ക്, അന്ന് ഇവിടെ ഇതൊന്നും ഇല്ല, ഇവിടെ വെറും മരങ്ങളും ചെടികളും ഈ അരുവിയുള്ളൂ. അവിടെ ഞാനൊരു തമ്പടിച്ച് ഇവിടെ താമസിച്ചു. ഇവിടെ ഇതിപ്പോ എത്ര സെന്റ് ഉണ്ട് സാറേ? ഇത് കുറെ അധികം സ്ഥലം ഉണ്ടായിരുന്നു. അത് എല്ലാം കൂടി ഫോറസ്റ്റേഴ്സ് പിടിച്ചിപ്പോൾ നമുക്ക് വളരെ കുറച്ച് സ്ഥലമേ ഉള്ളൂ. കാശ് കൊടുത്ത് വാങ്ങിയതാണ്. ആധാരമൊക്കെയുള്ള ഇത് പണ്ട് ഒരു 1800-1900-കളിൽ ഇതൊരു ഭയങ്കര ഒരു എസ്റ്റേറ്റ് ആയിരുന്നു. അത് പലരിൽ നിന്ന് കൈമാറി ഇവിടെ അവസാനം ഒരു അന്തോണി ചേട്ടനായിരുന്നു ഇത് ഇവിടെ കൃഷി നടത്തിയിരുന്നത്. അദ്ദേഹത്തിൽ നിന്നാണ് ഞാൻ വാങ്ങുന്നത്. പക്ഷേ ഏതോ ഒരു പുതിയ കൃത്രിമ നിയമത്തിന്റെ പേരിൽ 2013 ഇത് ഗവൺമെന്റ് ഫോറസ്റ്റേഴ്സ് പിടിച്ചെടുക്കുകയാണ്. ആധാരവും ഒക്കെ അടയ്ക്കുന്ന പ്രോപ്പർട്ടി ഗവൺമെന്റ് താങ്കളെ പിടിച്ചെടുക്കുക. 2013 വരെ എല്ലാ നികുതിയും അടച്ച് നമ്മൾ ഇവിടെ നല്ല ഏലകൃഷിയായിരുന്നു. മുകളിലൊരു ബംഗ്ലാവ് ഉണ്ട്. അവിടെ ഏലം നട്ട് നമ്മൾ ഏലം ഉൽപ്പാദിപ്പിച്ചിട്ട് നന്നായിട്ട് വിറ്റിരുന്ന ഒരു ഏലത്തോട്ടമായിരുന്നു. അപ്പോൾ എനിക്ക് പ്രകൃതിയോടുള്ള സ്നേഹത്തിന്റെ പേരിൽ ഞാൻ ഏലം നിർത്തിയിട്ട് പിന്നെ ഈ പച്ചമരുന്ന് ഉള്ള കുറേ 2500ഓളം പച്ചമരുന്ന് ഉള്ള സസ്യങ്ങൾ നമ്മൾ നട്ടുപിടിപ്പിക്കുകയും. പക്ഷേ അത് ഫോറസ്റ്റേഴ്സിന് അത് കൃഷിയായിട്ടോ നമ്മൾ ചെയ്യുന്ന നന്മയോ മനസ്സിലാക്കാൻ പറ്റാതെ കൃഷി ചെയ്യാത്ത സ്ഥലം ഗവൺമെൻറ് ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അത് എക്കോ സെൻസിറ്റീവ് ലാൻഡ് ആയിരിക്കണം. പക്ഷേ എക്കോ ഫ്രജൈൽ ലാൻഡാണ്, ഇവിടെ കൃഷിയില്ല എന്ന് പറഞ്ഞ് സ്ഥലം മുഴുവനും കൂടെ ഗവൺമെൻറ് അങ്ങ് പിടിച്ചെടുക്കുക. അതിനിപ്പം നമ്മൾ കേസിൽ കിടക്കുകയാണ്. ഇതുവരെ ഒരു ശരിയായിട്ടൊരു വിധി വന്നിട്ടില്ല. അതിങ്ങനെ നീണ്ടു പോവുകയാണ്. മനസ്സിലായി. അപ്പോൾ നമ്മൾ ഈ കിട്ടിയ സ്ഥലത്ത്, അതായത് ഇതിനകത്ത് ഈ ഗവൺമെൻറ് പിടിച്ചെടുക്കാത്ത ഒരു കുറച്ച് സ്ഥലമുണ്ട്, അതിൽ നമ്മൾ ഇങ്ങനെ ജീവിച്ചു പോകുന്നു. ഈ വീടിന്റെ ചരിത്രം ഒന്ന് പറയാം. ഈ വീട് നമ്മൾ 2003 പണിക്കാൻ തുടങ്ങുന്നത്. അവസാനം പണി തീർക്കുന്നത് 2009. അപ്പോൾ അതുവരെയും കുറേ കാലം കൊണ്ട് ക്രമേണ നമ്മൾ സ്വയം വരച്ച് അതിനകത്തുള്ള ഓരോ തടികളും നമ്മൾ ഇവിടുന്ന് നോക്കി ഒരു മരം പോലും മുറിക്കാതെ നമ്മൾ മറ്റുള്ള സ്ഥലത്തുനിന്ന് കൊണ്ടുവന്ന് ആണ് ഇവിടുത്തെ ഈ വീടുണ്ടാക്കുന്നത്. ചെങ്കലൊക്കെ കൈകൊണ്ട് അന്ന് ചെത്തി ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പം താഴെ കൊണ്ടുവന്നിട്ട് തലച്ചുമട്ടായിട്ടും ചെറിയ ഉന്തുവണ്ടിയിലൊക്കെ കൊണ്ടുവന്നിട്ടാണ് ഇത് ഉണ്ടാക്കേണ്ടത്. കാരണം അന്ന് റോഡ് സൗകര്യം ഇതുപോലെ അങ്ങനെയാണ് ഈ വീട് ഉണ്ടാക്കുന്നത്. അത് നമ്മുടെ ഒരു സ്വപ്നമായിരുന്നു. ഇങ്ങനെ അതായത് ഈ പ്രകൃതിയോട് ഒരുമിച്ച് പ്രകൃതിയിൽ അലിഞ്ഞ് ജീവിക്കുക എന്നുള്ളതാണ് എൻ്റെ സ്വപ്നം. ഇവിടെ ഇത്രയും ചെടികളൊക്കെ ഇന്നലെ തന്നെ എനിക്ക് ഇവിടെ നിന്നൊരു ചെടി പറിച്ചു തന്ന എന്താ പറഞ്ഞ അതിന്റെ പേര് സാർ? ഇൻസുലിൻ പ്ലാന്റ് അല്ലേ? അപ്പൊ അതേ ഈ പ്ലാന്റ് ഒക്കെ സാർ ഇവിടെ കൊണ്ട് നട്ടതാണോ അതോ ഇവിടെ സാർ വന്ന് എക്സ്പ്ലോർ ചെയ്തെടുത്തതാണോ? അതല്ലേ ഇൻസുലിൻ പ്ലാന്റ്? അതാണ് ഇൻസുലിൻ. നമ്മൾ ഇവിടെ നിൽക്കുന്ന ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ചെടികളും നമ്മൾ കൈകൊണ്ട് നട്ടതാണ്. ഇത് കലാത്തിയാണെങ്കിൽ 2 തരം കലാത്തിയാസ് ആണ്. അലനരിയിൽ അങ്ങനെ ഇവിടെ ഉണ്ടാകുന്ന ഇത് ആമസോൺ ലില്ലിയാണ്. അപ്പൊ ഇതൊക്കെ ഓരോ സമയത്ത് ഇങ്ങനെ പൂത്തുകൊണ്ടിരിക്കും. ഇതും ഒരു ലില്ലി പുഷ്പമാണ്. ഇത് ഏത് സൈസിലാണ്? നിശാഗന്ധിയായിട്ടൊരു കഥയുണ്ട്. അതിലേക്ക് വരുന്നതിന് മുമ്പ് ഇത് ഏത് പരുവത്തിലാണ് കഴിക്കുന്നത്? ഈ പരുവത്തിലാണ്. ഇതിന്റെ ഈ ഇല എടുത്തിട്ട് ഇതിനകത്ത് വലിയ ഇല കഴിക്കാം. ഒരില എടുക്കാം. ഇത് നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് വെറുതെ ചുരുട്ടിയിട്ട് ഇതിനകത്ത് ശരിക്കും ഞാൻ ശാസ്ത്രീയമായിട്ട് പഠിച്ചതാണ്. കടിച്ചിട്ടുണ്ട്. നമ്മൾ ആ ഇല എടുക്കുന്നില്ല. കടിക്കാത്തൊരില
ഇതെടുക്കാം. ഇങ്ങനെ എടുത്തിട്ട് ചവയ്ക്കാവുന്നേ ഉള്ളൂ. അതിനകത്ത് ശരിക്ക് ഹൈപ്പോഗ്ലൈസിമിക് ഏജൻസ് ഉണ്ട്, അതുപോലെ തന്നെ ആൻറ്റി ലൈപ്പിഡ് ഏജൻസ് ഉണ്ട്. അതിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങൾ നടത്തിയിട്ടുള്ളതാണ് ഈ പ്ലാന്റിനെ കുറിച്ച്. അപ്പോൾ ഒരുവിധം മോഡറേറ്റ് അല്ലെങ്കിൽ പ്രീ ഡയബറ്റീസിന് ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗ്ലൂക്കോസ് അളവ് ശരീരത്തിലുള്ളത് കുറയ്ക്കാൻ പറ്റും. ബീഫ് പിന്നെ നിശാഗന്ധിയുടെ കഥ പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞല്ലോ 1970 79 എൻ്റെ ഓർമ്മ. ഞാൻ ആദ്യമായിട്ട് വയനാട്ടിൽ വരുന്ന ആ സമയത്താണ്. മാനന്തവാടിക്ക് പോകുമ്പോൾ നമ്മൾ ബത്തേരിയിൽ പിന്നെ പോകാൻ ബസ്സില്ല. അപ്പോൾ അവിടെ ഒരു കടയിൽ ഞാൻ കിടന്ന് ഉറങ്ങുകയാണ്. അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ വെറുതെ ഒരു സെക്കൻഡ് ഷോ കാണാൻ വേണ്ടിയിട്ട് ബത്തേരിയിൽ ഒരു കുന്നുണ്ട്. ആ കുന്നിൻ്റെ മുകളിലാണ് അന്നത്തെ സിനിമ തിയേറ്റർ. അതിന് പോകുമ്പോൾ അതിൻ്റെ 2 സൈഡിലും ഈ നിശാഗന്ധികൾ നിന്നിട്ട് അന്നൊരു നിലാവുള്ള രാത്രി തിരിച്ചു വരുന്ന ഇതിൻ്റെ മണവും ഈ ചന്ദ്രൻ്റെ ഈ പ്രകാശവും ഇതെല്ലാം കൂടെ കൂടിയിട്ട് ഒരുതരം ഒരു അവിസ്മരണീയമായിട്ടുള്ള ഒരു ഓർമ്മയാണ് എനിക്കുണ്ടായത്. അന്ന് ഐ ഫെൽ ഇൻ ലവ് വിത്ത് വയനാട്. അന്ന് ഞാൻ തീരുമാനിച്ചതാണ് വയനാട്ടിലായിരിക്കും ഞാൻ താമസിക്കുക. പക്ഷെ ഒരു വിഡിത്തമാണെന്ന് തോന്നും. ഒരു പൂവിന്റെ മണവും ഒരു നിലാവും എവിടെയും കിട്ടുന്നതാണ്. അതിനുവേണ്ടി വയനാട്ടിൽ വരണം. പക്ഷെ ആ കുളിരും ആ ഓർമ്മ എല്ലാം കൂടി നമ്മുടെ മനസ്സിൽ സൃഷ്ടിച്ച ഒരു വികാരം അത് പറയാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇത് തരുന്ന ആ അനുഭവം ഉണ്ടല്ലോ, ഇത് വേറെ ഒരിടത്തും കിട്ടില്ല. ചിലപ്പോൾ ഞാനിങ്ങനെ നടന്നു വരുമ്പോൾ ഇവിടെ ഒരു മാനുണ്ടാവും, വലിയൊരു മാൻ ഇങ്ങനെ നോക്കി, അല്ലെങ്കിൽ കാട്ടുപോത്തുകൾ ഉണ്ടാവും. പക്ഷെ നമ്മളൊന്നും ഉപദ്രവിക്കാറൊന്നുമില്ല. അതിങ്ങനെ നോക്കും, നമ്മൾ നോക്കും, അന്യോന്യം റെക്കഗ്നൈസ് ചെയ്യുന്നു, നമ്മൾ പോകണം. എന്റെ അടുത്ത് ചോദിച്ചാൽ ആനയെ കാണണോ? ആനയും വരുന്നുണ്ട്. ഇത് ആന പോകുന്ന താരാണ്, ആനത്താരാണ് ഇത്. ഇതിലെയാണ് അവൻ വരിക. വന്നിട്ട് ഇതിലേ ഇറങ്ങി അതിലെയാണ് താഴേക്ക് ഇറങ്ങുന്നത്. അപ്പൊ ഇത് ശരിക്ക് ചിലപ്പോ നമുക്ക് ഇവിടെ വരുമ്പോ ആനയെ കാണാം. ചില വൈകുന്നേരങ്ങളില് അല്ലെങ്കിൽ ആനയുടെ മണം കിട്ടും കുറച്ച് അകലേന്ന് തന്നെ. അപ്പൊ നമ്മൾ അല്പം ശ്രദ്ധിക്കും. ഇതിന്റെ വാസനയൊക്കെ ഡോക്ടറിന് അറിയാം. ഓ തീർച്ചയായിട്ടും. ആഷിനെ പറ്റി എന്തോ പറയണം? ആഷ് വന്ന് നിൽക്കുകയാണ്. ആഷിനെ പറ്റി പപ്പ ഒന്നും പറയുന്നില്ല അല്ലേ? ആഷ് ഭയങ്കര ഒരു സാധനമാണ്. ആഷിനെ പല പ്രാവശ്യവും ആഷിനെ 3 തവണ പുലി പിടിച്ച 3 പ്രാവശ്യം പുലി പിടിച്ച വ്യക്തിത്വമാണ് താണ്ടി നിൽക്കുന്നത്. ആദ്യം പിടിച്ചിട്ട് ഇവന്റെ കഴുത്തിൽ കടിച്ചതിന്റെയാണ്. ഇവിടെ കണ്ടില്ലേ? അതൊന്ന് കാണിച്ചു കൊടുത്തടാ. ഇവിടെ പാടുണ്ട്. ഇവിടുന്നാണ് കടിച്ചത്. 4 പാടുണ്ടായിരുന്നു. എന്നിട്ട് കടിച്ചിട്ട് ഇവന് വലിയ സ്വെല്ലിംഗ് ആയിട്ട് അവസാനം സെപ്റ്റിസിമിക് ഷോക്കായി. ഒരു 6 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും ഇവൻ ഏതാണ്ട് മരിക്കാൻ പോകുമായിരുന്നു. പിന്നെ ഞാനിവിടെ അത്യാവശ്യം മെഡിസിൻ, അഡ്രിനലിനും സ്റ്റീറോയിഡ്സ് ഒക്കെ ഉണ്ട്. ഇവിടെ IV ഫ്ലൂയിഡ്സ് ഉണ്ടായിരുന്നു. 2 മണിക്കൂർ കൊണ്ട് ഏതാണ്ട് 2.5 ലിറ്റർ IV ഫ്ലൂയിഡ്സ് ആണ് ഒറ്റയടിക്ക് ഞാൻ കയറ്റുന്നത്. അത് സ്ക്വീസ് ചെയ്തിട്ട് കയറ്റി. പിന്നെ അപ്പോഴേക്കും ജീപ്പ് എടുത്ത്, അന്ന് നമ്മുടെ ഡ്രൈവർ ഇവിടെ ഇല്ല, പുറമേ നിന്നൊരു ജീപ്പ് വിളിച്ച് നമ്മൾ പോയി ആവശ്യമുള്ള മരുന്നെല്ലാം കൊണ്ടുവന്ന് കൊടുത്ത് ഒരു 6 മണിക്കൂറിനുള്ളിൽ 12 മണിക്കൂറായപ്പോഴത്തെ ഇവനെ തിരിച്ചു കിട്ടി. അത് കഴിഞ്ഞിട്ട് ഒരു പ്രാവശ്യം കൂടി പുലി പിടിച്ചു വീടിനുള്ളിൽ നിന്ന്. 3ാമത്തെ തവണ പുറത്തുനിന്നാണ് പിടിക്കുന്നത്. പിന്നെ ഇപ്പൊ വീടൊക്കെ അടയ്ക്കാൻ തുടങ്ങി സാറ്. അതെ, അതുകൊണ്ട് ഇപ്പം നമ്മൾ വീട് അടച്ചിട്ടാണോ? ഞങ്ങളൊക്കെ ഇന്നലെ അടച്ചു പൂട്ടിയിട്ട് ശരത്തൊക്കെ ആണെങ്കിൽ ഇന്നലെ 3 പ്രാവശ്യമൊക്കെ പോയി ഡോറിന്റെ ലോക്കൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. അതെ, ആരെയാ നോക്കുന്നേ? പക്ഷെ ഇവനാണ് ഇവിടുത്തെ. ഇവൻ നമ്മളുടെ ഒപ്പം എപ്പോഴും ഉണ്ടാവും. നമ്മൾ പതുക്കെ നടക്കുകയാണെങ്കിൽ അവൻ നമ്മുടെ പതുക്കെ നടക്കും. അവൻ പെട്ടെന്ന് പോയിട്ടുണ്ടെങ്കിൽ തിരിഞ്ഞു വന്ന് നോക്കും. എപ്പോഴും നമ്മളുടെ ഒപ്പം വളരെ വളരെ ശ്രദ്ധിച്ചവനുണ്ടാവും. ഡോക്ടർ എത്ര നാൾ കാണും കേരളത്തിൽ? ജീവിതകാലം മുഴുവൻ ഇവിടെ തന്നെയാണ്. ഇനി ഇവിടെ അത് എന്താണെന്നറിയോ? അത് ജയന്റ് ഇന്ത്യൻ റെഡ് സ്ക്വിറൽ എന്ന് പറയും. ഇവിടുത്തെ മലയണ്ണാനാണ്. മലയണ്ണാന്റെ സൗണ്ടാണ് ഇപ്പൊ കേട്ടത്. റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഉണ്ട്. അവൻ നമ്മുടെ അടുത്ത് നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങുമായിരുന്നു ഒരു കാലത്ത്. കുറച്ചൊരു പേടിയാണ്. ആണല്ലേ ഡോക്ടറെ? രാവിലെ ഒരു ബേർഡ് വന്ന് പാട്ട് പാടുന്ന കേട്ടല്ലോ, 5:30 മണിയായപ്പോ. 5:45 വരും. അവന്റെ പേര് മലബാർ ത്രഷ് എന്ന് പറഞ്ഞിട്ടൊരു പക്ഷിയുണ്ട്. മലബാർ ത്രഷ്. അത് വിസിലിംഗ് സ്കൂൾ ബോയ് എന്നാണ് അതിനെ ഇംഗ്ലീഷുകാർ വിളിച്ചത്. അതായത് ഒരു സ്കൂൾ ബോയ് വിസിൽ ചെയ്യാൻ പഠിക്കുമ്പോൾ വിസിൽ ചെയ്യുന്ന മാതിരി, ചൂളം അടിക്കുന്ന മാതിരി ഒരു പാട്ടാണ്. ഈ പക്ഷി ഒരു നീലാരുണ, ഒരു കറുപ്പും നീലയും കൂടി കടന്ന ഒരു കളറാണ് അവൻ്റെ. അപ്പോൾ അവൻ ഈ ചോലകൾ, ഇതുപോലെ പൂഞ്ചോല അല്ലെങ്കിൽ നല്ല ചെറിയ അരുവികളുള്ള സ്ഥലത്താണ് ഇവൻ കൂട് വെട്ടുക. അതും കുറച്ച് ഉയർന്ന സ്ഥലത്തായിരിക്കും. അപ്പോൾ ഇത് അവൻ്റെ ഹാബിറ്റാറ്റാണ്. അപ്പോൾ അവൻ രാവിലെ ആദ്യമായിട്ട് ഇവൻ്റെ പാട്ട് കേൾക്കുമ്പോൾ ഭയങ്കര ഒരു അവിസ്മരണീയമായിട്ടുള്ളൊരു ഫീലിംഗ് ആയിരുന്നു. അവൻ വന്നിട്ട് നന്നായിട്ട് രാവിലെ പാടി, എന്നിട്ട് പാടി ഉണർത്തും നമ്മൾ. അപ്പം ഞാൻ ആദ്യം കേൾക്കുമ്പോൾ വിചാരിച്ചത് അമ്പലത്തിൽ നിന്ന് മറ്റുള്ള പാട്ടാണെന്നാണ്. പക്ഷേ കാരണം കേട്ടിട്ടില്ലാത്തൊരു ശബ്ദം, അത് ഒരു പാട്ടാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോൾ അവൻ എൻ്റെ വീടിൻ്റെ നമ്മൾ കിടക്കുന്ന മുറിയുടെ നേരെ മുകളിൽ
വീട്ടിൽ കൂട് കൂട്ടിയിട്ട് കഴിഞ്ഞ ഒരു 4-5 വർഷമായിട്ട് അവൻ മക്കളൊക്കെ ഉണ്ടാകും, പറന്നു പോകും, നമ്മൾ അതിനെ ആസ്വദിച്ച് ചിലപ്പോൾ എൻ്റെ ബെഡിലൊക്കെ വന്നവനിരിക്കും. അങ്ങനെ ഞങ്ങൾ വലിയ സുഹൃത്തുക്കളായിട്ട് ഒരിക്കലും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അതിൻ്റെ കുഞ്ഞുങ്ങളെ ഒരെണ്ണത്തിനെ വളർത്തി. ഇവർ സംസാരിക്കാൻ പറ്റുന്ന രീതിയിലാണ് അവൻ്റെ ശബ്ദം. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ വായിച്ചു കഴിഞ്ഞപ്പോൾ ഇവനെ പിടിച്ചു വളർത്താം, പക്ഷെ അതിനോടൊരു വിഷമം തോന്നിയിട്ട് നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല. പക്ഷെ അവർ നമ്മുടെ വീട്ടിൽ വരും, പാട്ടൊക്കെ പാടും, രാവിലെ വിളിച്ചോണ്ട്. ഇപ്പൊ ഇതിന് ഞങ്ങൾ പറയുന്ന പേരെന്താ, ഈ മരത്തിന് അവതാർ ട്രീ എന്ന് പറയുന്നത്. അവതാർ സിനിമയിൽ കാണുന്ന മരം ഉണ്ടല്ലോ, പല പല ചെടികൾ ഇങ്ങനെ വീഴുന്നു. ഇതിനകത്ത് നോക്കി എത്രയോ ഇതൊക്കെ ആലാണോ ആക്ച്വലി? ഇത് ആലാണ്. പക്ഷെ ആലിന്റെ ഇതിനകത്ത് നോക്കി പല പല ചെടികൾ ഇതിനകത്ത് കമൻസലായിട്ട് കൂടിയിട്ടുണ്ട്. അതൊരു ഒരു പ്രത്യേക ചെടിയാണ് അവിടെ തൂങ്ങിക്കിടക്കുന്നത്. മെഡിനില്ല എന്ന് പറയും. ലിപ്സ്റ്റിക് പ്ലാന്റ് എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത്. അതിനകത്ത് പൂക്കൾ ഉണ്ടാവും. ലിപ്സ്റ്റിക് പ്ലാന്റ്, ലിപ്സ്റ്റിക് മാതിരി കളർ ഉണ്ടാകും. നിങ്ങൾ നിൽക്കുന്നത് ഡോക്ടറുടെ വീടിന്റെ ഇടയിലാണ്, അതായത് ഡോക്ടറുടെ വീടിന്റെ മുകളിലാണ് കാണുന്നത്. ഒരു വളരെ ബ്യൂട്ടിഫുൾ അരുവിയുടെ സൈഡിലൂടെയാണ് ഈ നടക്കുന്നത്. കൊള്ളാം, വളരെ മനോഹരമായിട്ടുണ്ട്. ഇവിടേക്ക് ഇറങ്ങി കുളിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ അപകട സാധ്യതകളൊക്കെ ഉള്ളത് കൊണ്ട് നമ്മളതിന് മുതിരുന്നില്ല എന്ന് മാത്രം. ഇവിടെ വന്നിരുന്ന് മെഡിറ്റേറ്റ് ചെയ്യണം അല്ലേ ഡോക്ടറെ? ഇതിന്റെ മുകളിലിരിക്കാം മഴക്കാലം അല്ലെങ്കിൽ. ആ ചെടി ഉണ്ടല്ലോ, അതിന്റെ പേര് കല്ലൂർ വഞ്ചി എന്ന് പറയും. അത് അവൻ ഇത്രയും മഴയും വെള്ളവും ഇതുണ്ടായിട്ട് അവന്റെ ആ റെസിലിയൻസ് ഒന്ന് ആലോചിച്ചു. കല്ലൂർ വഞ്ചി അത് കല്ലിലിങ്ങനെ അള്ളിപ്പിടിച്ച് വെള്ളത്തിനുള്ളിൽ വളരാനുള്ള കഴിവാണ് അതിന്റെ. പിടിച്ചു കയറ്റടാ, നോക്കടാ, പിടിച്ചു കയറ്റുന്നടാ. അതെ, എന്റെ പൊന്നോ, ആശ് കൈ കൊടുത്തിട്ടുണ്ടായിരുന്നോ? ഒരു ഭയങ്കര സാധനമാണ്. അത് വയനാട് ഒച്ചാണ്. ഇത് കണ്ടോ, ഇത് രുദ്രാക്ഷത്തിന്റെ മരമാണ് ഇത്. അപ്പൊ ഇതിന്റെ രുദ്രാക്ഷത്തിന്റെ കായാണ് ഇവിടെ വീണ് കിടക്കുന്നത്. ഇത് കണ്ടോ, ഒന്ന് തുറന്ന് കാണിച്ചു. ഇതാണ് രുദ്രാക്ഷം എന്ന് പറയുന്നത്. കണ്ടോ, ഇത് നമ്മുടെ ഇവിടെ നിനക്ക് രുദ്രാക്ഷമൊന്നുമില്ല. ഇപ്പൊ ഇവിടുന്ന് വീണിട്ട് ഇതാണ് ഇത് ചതുർമുഖിയാണെന്ന് തോന്നുന്നു. 4 മുഖമുണ്ട്. അപ്പം ഇതുപോലെ ഈ മരത്തിൽ നിന്ന് ധാരാളം, ഇത് ആമസോണിൽ ഇവര് 1000-നും 10,000-നും 20,000-നൊക്കെ വിൽക്കുന്നുണ്ട്. പക്ഷെ ഇത് ഇവിടുത്തെ വാവലിനെ പറ്റിയ ഭക്ഷണമാണ്. അപ്പൊ നമ്മുടെ വീട്ടില് രുദ്രാക്ഷം ഇങ്ങനെ കൂട്ടിയിടും വാവൽ കൊണ്ടുവന്ന്. അതാണ് രുദ്രാക്ഷം. ഗുഡ് ബോയ്. റഫ് അല്ല, ഈ തേയിലയൊക്കെ കൊണ്ട് വല്ല ലാഭമുണ്ടോ? തേയില കൊണ്ട് നഷ്ടമേ ഉള്ളൂ. അതായത് നമ്മൾ തേയില എടുക്കാൻ ഒരു മാസം ഏതാണ്ട് 5000 രൂപ മുടക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏതാണ്ട് 3000 രൂപയുടെ തേയില കിട്ടും. 2000 രൂപ നഷ്ടത്തിലാണ്. ഒരു മാസം 2000 രൂപ നഷ്ടമാണ്. ഈ കാട്ടിന്റെ ഇടയിൽ ഡോക്ടർ ചെയ്ത് വെച്ചേക്കുന്ന ഒരു തൂക്കുപാലോ നിങ്ങൾ കാണുന്നത്, അത് എങ്ങോട്ട് കണക്ട് ചെയ്യുന്ന ഡോക്ടറെ? അത് എന്റെ ആദ്യത്തെ ആഗ്രഹം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിലേക്കുള്ള എൻട്രൻസ് അതിലായിരുന്നു വെച്ച് ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് അതിലേ വന്നിട്ട് കാരണം ഇവിടെ പുഴ ഒഴുകുന്നതുകൊണ്ട് അതിന്റെ മുകളിൽ കൂടെ ക്രോസ് ചെയ്യാനായിട്ടായിരുന്നു വെച്ചിരുന്നത്. പിന്നെ ഡോക്ടർ ഇത് പണിഞ്ഞു. അപ്പൊ ഈ പണിയ സമയത്ത് ഇതിനെ എങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് നിർത്തി? വേനൽക്കാലത്ത് ഇത് പറ്റി. വേനൽക്കാലത്ത് എത്ര അടി താഴ്ചയുണ്ട്? ഇല്ല, ഇത്ര ഇവിടെ കുറച്ച് മണ്ണ് വന്ന് വീട്ടുണ്ട്, ഇത്രയൊക്കെ ഉണ്ടാവും. പക്ഷെ പേടിയുണ്ടെങ്കിൽ പ്രശ്നം. ഞങ്ങൾ ഇവിടെ ഒരു ഫാമിലി ഉണ്ടായിരുന്നു, ഒരു 7 ഫാമിലി. അവരുടെ മകളെ ജീൻ പഠിപ്പിച്ചാണ് നീന്താൻ. കുറച്ച് ഇതായി കഴിഞ്ഞപ്പോൾ അവൾ ഇങ്ങോട്ട് ചാടി കഴിഞ്ഞിട്ട് ശ്വാസം മുട്ടിയപ്പോൾ ജീൻ രക്ഷപ്പെടുത്താൻ ഞാൻ ജീനിനെ പിടിച്ച് മുക്കി. എന്നിട്ട് ഞാൻ പിന്നെ ചാടി ജീനോട് ഓടാൻ പറഞ്ഞിട്ട് അവളെ പൊക്കിയെടുത്തു. അങ്ങനെയാണ് എന്ന രീതിയിൽ രണ്ടും കൂടെ ഇവിടെ മരിച്ചേനെ. അതുകൊണ്ട് അല്പം സൂക്ഷിക്കണം. യാതൊരു റിസ്ക് പരിപാടിക്ക് ഞാനില്ല. കണ്ടോ, ഒരു പ്രത്യേക ബട്ടർഫ്ലൈ കണ്ടോ, അതിന്റെ മരമാണ്. ആ ബട്ടർഫ്ലൈയുടെ ലാവ ഉണ്ടാക്കുന്ന മരമാണ്. അപ്പൊ അതിലാണ് അതിന്റെ ഹാബിറ്റാറ്റ്. ഇത് റഫ് ഗുഡ് ബോയ് ആണ്. റഫിന് 4 വയസ്സായിട്ടുണ്ട്. റഫ് ഡോക്ടർ ജോസഫിന്റെ സീനിയർ ആളാണ്. റഫ് കം ബേബി കം, ഓടിയാ. ഇതൊരു എക്സ്പീരിയൻസ് ആണ്. അവിടെ പോയിട്ട് ആ വെള്ളത്തിന്റെ ടൈല് സ്ലിപ്പറി അല്ലേ ഡോക്ടറെ? കുഴപ്പമില്ല. പ്രകൃതിയുടെ ഭൂഗർഭത്തിൽ അങ്ങ് ആഴത്തിൽ നിൽക്കുക ഒരു സയന്റിസ്റ്റ്, ഒരു വ്യക്തിത്വത്തിന്റെ സ്വപ്നം, ഒരു വ്യക്തിത്വത്തിന്റെ സ്നേഹം. ഇവിടൊക്കെ വന്ന് ഒരാഴ്ച താമസിച്ചാൽ തീരാവുന്ന കൊളസ്ട്രോളും ഷുഗറും ഒക്കെ ഉള്ളു. ഓഹോ എൻ്റെ അമ്മച്ചിയെ മുന്നൊരു നാളെ. ഓഹോ. ഓക്കെ, ഇതാണ് നമ്മുടെ എല്ലാ അവാർഡുകളും കാര്യങ്ങളൊക്കെ.
ഇതൊക്കെ ഓരോ കുട്ടികളും ചരിത്രങ്ങളാണ്. ഇവൻ ആണ് 3.5 വയസ്സിൽ ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിപ്പോൾ മിടുക്കനായിട്ടിരിക്കുന്നത്. ഇതുണ്ടല്ലേ, ഓരോ കുട്ടികളുടെയും ചരിത്രമുണ്ട് ഇതിനകത്തൊക്കെ. ഇവനാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അവിടെ അല്ലല്ല, ഇവനെയാണ് ആദ്യമായിട്ട് എൻ്റെ ഫോട്ടോ എടുത്തു എന്ന് പറഞ്ഞില്ലേ ഞാൻ. പിന്നെ ഫോളോ ചെയ്ത് വന്ന് അന്ന് എൻ്റെ സുഹൃത്തെടുത്ത അറിയില്ല, അങ്ങനെ എൻ്റെ സുഹൃത്തായി വന്ന പട്ടിയാണ്. ഇതാണ് ഞാൻ പറഞ്ഞ അസ്യൂട്ട് യൂണിവേഴ്സിറ്റിയുടെ ചിഹ്നമാണ്. അവിടെയാണ് ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇത് ആദ്യമായിട്ട് എനിക്ക് ബ്രിട്ടീഷ് പീഡിയാട്രിക് കാർഡിയാക് അസോസിയേറ്റഡ് ട്രെയിനി പ്രൈസ് ഫസ്റ്റ് ടൈമിൽ അവരുണ്ടാക്കിയിട്ട് അതിൽ 4 പ്രബന്ധങ്ങളായിരുന്നു തിരഞ്ഞെടുത്തത്. അതിൽ 2 എൻ്റേതായിരുന്നു. അതിന് കിട്ടിയ ഇത് ഗ്രോഗ് എന്ന് പറയും. ഇത് വെൽഷ് ഗ്രോഗ് എന്നാണ് ഇതിൻ്റെ പേര്. അതുണ്ടാക്കിയിട്ട് ഒരു കയ്യിൽ ഹാർട്ടും ഒരു കയ്യിൽ കപ്പുമായിട്ട്. ഇതാണ് എന്നെ ഇംഗ്ലണ്ടിൽ പ്രശസ്തനാക്കിയത്. ഈ ഒരു ഇത് കഴിഞ്ഞിട്ടാണ് ഞാൻ പല രീതിയിലേക്ക് അവിടെ പുരോഗമിക്കുന്നത്. ഈ കുട്ടി തിരിച്ചു പോകുമെന്ന് പറഞ്ഞ് അതിൽ കൂടി ജീവിക്കില്ല എന്ന് പറഞ്ഞിട്ട് അവൻ അവസാനം 9ാമത്തെ വയസ്സ് മരിക്കുന്നു. പക്ഷേ എന്നെ കാണുമ്പോൾ അവന് എൻ്റെ പേരൊന്നും പറയാൻ പറ്റില്ല. അവന് വി എന്ന് പറയും. അതിനങ്ങനെ വെച്ചാൽ വി ഇങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനെ കാണിക്കും. എന്നിട്ട് ഓടി വന്നിട്ട് കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മ തരും. ആ സീൻ അവൻ്റെ അമ്മ പകർത്തിയതാണ് ആ പിക്ചർ. അവന് ഭയങ്കര സ്നേഹമായിരുന്നു. നമ്മുടെ ചെറുപ്പത്തിലല്ല വെൻ ഐ വാസ് യങ്. ഞാനും ജീനുമായിട്ട് ആദ്യമായിട്ട് കണ്ടുമുട്ടുന്ന ഫോട്ടോഗ്രാഫറാണ് കബൻ പാർക്കിൽ. അത്രയും കുട്ടിക്കാലത്ത്? കുട്ടിയല്ല, അന്ന് നമുക്ക് 25 വയസ്സുണ്ട്. ആബ്രിൻ മായർ എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടുത്തെ ഒരു പുഴയിൽ നിന്ന് എടുത്ത തടിയും അവിടുത്തെ തന്നെ ക്ലേ ഈ കളിമണ്ണും കൊണ്ട് എടുത്തിട്ട് ഉണ്ടാക്കിയ ഞാൻ തന്നെ ഉണ്ടാക്കിയ ഒരു യേശുവിൻ്റെ ഒരു രൂപമാണ്. ഇത് നമ്മുടെ തന്നെ പെയിൻറ്റിംഗ് ആണ്. അത് ലൈഫിനെ കുറിച്ചുള്ളൊരു പെയിൻറ്റിംഗ് ആണ്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കണ്ടില്ല, എൻ്റെ നടുക്കൊരു ഭ്രൂണത്തെ കാണാം. നമ്മുടെ വീടാണ്. ആ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്, മിസ്റ്റുണ്ട്. ഞാനും ജീനും ഉണ്ട് അവിടെ. ആ കുതിരകളെ നോക്കും, എന്തെങ്കിലും പ്രത്യേകതയുണ്ട്. ശരിക്കും പുള്ളി അറിയേണ്ടതാണ് ഈ കഥ. ഒരു കൃഷ്ണനും അർജുനനും ഒക്കെ ആയിട്ടുള്ള എനിക്ക് ആ പേര് ആ രഥമൊക്കെയാണ് ഓർമ്മ വരുന്നത്. അതിനകത്ത് 4 ഹോസസിനെ കാണാം. അതെ, 5ാമതൊരെണ്ണം ഗോൾഡൻ ആണ്. ഗോൾഡൻ ആണ്. അതും ആ ഹോസസിൻ്റെ ഓരോന്നിൻ്റെ മുഖത്തേക്ക് നോക്കി. അവിടെ ലൈറ്റ് കാണിച്ച് അതെ, കണ്ണ് മാത്രമല്ല ശരിക്കും നോക്കിയൊന്ന്. ഇതിനകത്ത് വലിയ ഒരു മെസ്സേജ് ഉണ്ട്. അതായത് ആത്മാനം രഥിനം വിധി ശരീരം രഥമേവതു ബുദ്ധിം ച സാരഥിം വിദ്ധി മനഃ പ്രഗ്രഹമേവച ഇന്ദ്രിയാണി ഹയാനാഹുർ വിഷയാംസ്തേഷു ഗോചരാൻ ആത്മേന്ദ്രിയ മനോബുദ്ധിർ പ്രാക്തേത്യായു മനുഷ്യന. ഇതാണ്. അതായത് ശരീരം ഒരു രഥമാണെന്നും അതിൻ്റെ രഥത്തിൻ്റെ ഉടമസ്ഥൻ ആത്മാവാണെന്നും ഈ ആത്മാവിനെ ഇതിനെ നയിക്കുന്നത് ബുദ്ധിയാണെന്നും ബുദ്ധിഞ്ച സാരഥിം വിദ്ധി മനസ്സ് കടിഞ്ഞാണാണെന്നും ഈ നമ്മൾ പോകുന്ന നമ്മുടെ ഇന്ദ്രിയങ്ങൾ കുതിരകളാണെന്നും ആ പോകുന്ന വഴി നമ്മുടെ ആഗ്രഹങ്ങൾ. അപ്പോൾ നമ്മുടെ ഓരോ ആഗ്രഹങ്ങൾക്കനുസരിച്ച് നമ്മളെ ഈ കുതിരകൾ ഇങ്ങനെ വലിക്കുകയാണ്. അതിനനുസരിച്ച് നമ്മുടെ മനസ്സ് പതറാതെ ബുദ്ധിക്ക് കടിഞ്ഞാൺ കൊടുത്തിട്ട് ആത്മാവിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് ജീവിക്കുന്നതിനെക്കുറിച്ചാണ്. അതിന് നമ്മൾ ഈ അർജുനൻ്റെയും കൃഷ്ണൻ്റെയും സാരഥിയായിട്ടുള്ള എല്ലാ പിക്ചറും നോക്കുകയാണ്. അതിനകത്ത് ശരിക്ക് 4 കുതിരകളെ കാണിക്കുന്നു. പക്ഷേ പഞ്ചേന്ദ്രിയങ്ങളാണ്, 5 കുതിരകളുണ്ടാകും. ഇനി കുറച്ചും കൂടി നോക്കി ആ കുതിരയൊന്ന് കാണിച്ച്. ആദ്യത്തെ കുതിരയ്ക്ക് കണ്ണാണ്, 2ാമത്തെ കുതിരയുടെ മൂക്കാണ് പ്രധാനം, 3ാമത്തേൻ്റെ നാക്കാണ്, 5ാമത്തേൻ്റെ ചെവിയാണ്, 4ാമത്തേൻ്റെ ചെവിയാണ്, 5ാമത്തേൻ്റെ ത്വക്കാണ്. അപ്പോൾ പഞ്ചേന്ദ്രിയങ്ങളും നമ്മളെ വലിച്ചുകൊണ്ട് പോകുന്നതിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് പിക്ചർ. നമ്മളെങ്ങനെ ഹാൻഡിൽ ചെയ്യും? നമ്മളുടെ മനസ്സിനെ ഇങ്ങനെ പുള്ള് ചെയ്യാണ് നമ്മുടെ ഇന്ദ്രിയങ്ങൾ ഓരോ ആഗ്രഹത്തിൻ്റെ പുറത്ത്. അപ്പോൾ അതിനെ ദൈവത്തിൽ സമർപ്പിക്കുക. അതാണ് അവിടെ യേശുവിൻ്റെ പ്രശ്നം. അവിടെ കൃഷ്ണ ആകാൻ ആരാകില്ല. എനിക്ക് യേശുവിനെ നീല നിറത്തിലാക്കണമെന്നായിരുന്നു ആഗ്രഹം. പിന്നെ ഞാൻ വിചാരിച്ചു അത് പ്രസിദ്ധമായിട്ടുണ്ട്, അതൊരു വലിയ പ്രശ്നമുണ്ടാകും. അതുകൊണ്ട് പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അതെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ യേശുവിനെ എൻ്റെ ഒരു രൂപത്തിലങ്ങാക്കി. എന്നിട്ട് ഞാൻ എൻ്റെ ഐഡിയ കൊടുത്തിട്ട് ഒരാളെ കൊണ്ട് വരപ്പിച്ചു. എനിക്ക് സമയമില്ലായിരുന്നു വരയ്ക്കാൻ, പക്ഷേ എനിക്ക് വലിയ ആഗ്രഹമുള്ള ഒരു പിക്ചറായിരുന്നു. അപ്പോൾ ആ ആത്മാനം രഥിനം വിധി എന്നുള്ള ആ സത്യത്തെ നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന തോട്ട് പ്രോസസ്സിനെ എൻഹാൻസ് ചെയ്തുകൊണ്ടുള്ള ഒരു പെയിന്റിംഗ് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ഡോക്ടർ, ഇത് എന്താണ് ഇവിടെ ഇങ്ങനെ? ഇത് ഞാൻ കണ്ടുപിടിച്ച ഒരു ഉപകരണമാണ്. ഇത് ജന്മന ഒരു പ്രത്യേക രോഗമുള്ള കുട്ടികൾക്ക് ഈ ഉപകരണം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ശരീരത്തിലെ രക്തം പോകുന്ന വഴികളെ നിയന്ത്രിക്കാൻ പറ്റും. അതായത് മിക്സഡ് ബ്ലഡ്, അതായത് ലങ്സിൽ നിന്ന് വരുന്ന ശുദ്ധരക്തവും ബാക്കിയുള്ള ഭാഗത്തു നിന്ന് അശുദ്ധ രക്തം കൂടെ മിക്സ് ചെയ്യുന്ന രോഗമാണ്.
അതിനെ നേർവഴിക്ക് അയക്കാനായിട്ടുള്ള ഒരു സാധനമാണിത്. ഡോക്ടർ ഡെവലപ്പ് ചെയ്തത്, ഞാൻ ഉണ്ടാക്കിയതാണ്, ഞാൻ കണ്ടുപിടിച്ചത്. ഇതിന് പേര് തന്നെ VB സ്റ്റെൻറ്റ് എന്നാണ്, വെട്ടുകാട്ടിൽ ബെറ്റ് സ്റ്റെൻറ്റ് എന്നാണ് ഇതിന് പറയുന്നത്. എൻ്റെ പേരിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 4 മണിക്കൂർ ഓപ്പൺ ഹാർട്ട് ചെയ്യേണ്ടത് നമുക്കൊരു അരമണിക്കൂർ കൊണ്ട് ഇത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർക്കാവുന്ന പ്രശ്നമേ ഉള്ളൂ. മനസ്സിലായി. അപ്പോൾ ഇത് ഒരു 5-6 കുട്ടികളിൽ ഇട്ടിട്ടുണ്ട്. പക്ഷേ നാട്ടിലാണോ ഇത് നാട്ടിൽ ഇട്ടിട്ടുണ്ട്, US ഒരെണ്ണം ചെയ്തിട്ടുണ്ട്, ബാക്കിയെല്ലാം ഇവിടെയാണ് ചെയ്തത്. ഇവിടെ വിയറ്റ്നാമിലും തായ്ലൻഡിലുമാണ് ചെയ്തത്. പക്ഷേ ഇത് മുന്നോട്ട് പോകാനായിട്ട് സാമ്പത്തിക പ്രതിസന്ധി കാരണം നമ്മൾ നിർത്തിവെച്ചിരിക്കുക. വെട്ടുകാട്ടിൽ, അതുകൊണ്ടാണോ ഡോക്ടറിന് ഈ കാടിനോട് ഇത്രയും? അങ്ങനെ വേണമെങ്കിൽ പറയാം. അല്ലെങ്കിലും കാടിനോട് എനിക്ക് വലിയ താല്പര്യമാണ്. ഡോക്ടറുടെ കുടുംബമൊക്കെ ബേസിക്കലി വയനാടായിരുന്നു. നിലമ്പൂരാണ്, മണിമൂളി എന്ന് പറയുന്ന സ്ഥലത്ത്. ഇത് ഈ വവ്വാല് വന്നിട്ട് ഇവിടെ മുഴുവൻ നശിപ്പിക്കും. അതുകൊണ്ട് വവ്വാല് വരാണ്ടിരിക്കാനായിട്ട് നട്ടുവെച്ചിരിക്കുന്നു. ഇങ്ങനെ മേളിൽ കയറാം, ഇതിലെ മുകളിലേക്ക്. ഇത് ഞങ്ങൾ ഈ ബിൽഡിങ്ങിന്റെ ഏറ്റവും ടോപ്പിലേക്ക് കയറുകയാണ്. നമ്മളിപ്പം ഏറ്റവും ടോപ്പിലാണ് നിൽക്കുന്നത്. ഇത് നേർ തെക്കാണ്, അതാണ് കുറിച്ചിയാർ മല എന്ന് പറയും. പക്ഷെ അതിൻ്റെ ഒരു ഭംഗി, ഒരു സ്ത്രീ കിടക്കുന്ന മാതിരിയാണ്. അത് ശരിക്ക് സൂര്യൻ ഉദിച്ചു വരുമ്പോൾ ആദ്യം തലയും മുടിയും അങ്ങനെ മഞ്ഞ് മൂടി കിടക്കുക, അതുകൊണ്ടാണ് കാണാത്തത്. നല്ല ഭംഗിയാണ് ഇത് കാണാൻ. മറ്റേ സൂര്യൻ അസ്തമിക്കാൻ അതിൻ്റെ പുറകിൽ പോകും, അപ്പോഴും നല്ലൊരു സീനാണ്. അപ്പോൾ രാവിലെയും വൈകുന്നേരവും വളരെ നല്ലൊരു. അത് കിഴക്കല്ലേ? അല്ല, പടിഞ്ഞാറാണ്. അപ്പോൾ കിഴക്കുന്ന് സൂര്യൻ ഉദിക്കുമ്പോൾ ഓരോ മലമുടക്കം ലൈറ്റ് ഭയങ്കര സീനാണ്. ഇതാണ് ഈ ഇതെന്ന് പറഞ്ഞത്, കണ്ടില്ലേ, ഡോറിയൻ, വൈൽഡ് ഡോറിയൻ. ഇത് കഴിക്കാൻ അണ്ണാൻ ഇവിടെ ഇരുന്നിട്ടാണ് ഞാൻ കുറേ സമയം കൂടെ ചെലവഴിക്കും. ഒറ്റയ്ക്ക് വന്നിരിക്കും. ഇപ്പം ജീനും തുടങ്ങിയിട്ടുണ്ട്. പണ്ടൊക്കെ മടിയായിരുന്നു, പക്ഷെ ഇപ്പം ജീന് ഡോക്ടറുടെ വൈഫാണ്. അപ്പോൾ ഡോക്ടറുടെ ഒരു വലിയ ശക്തി തന്നെയാണ്. കാരണം ഓരോ കാര്യങ്ങളും നമ്മൾ മുമ്പോട്ടെടുത്ത് ചെയ്യുമ്പോഴും നമ്മളുടെ കുടുംബവും, അത് പ്രത്യേകിച്ച് നമ്മുടെ വൈഫായാലും നമ്മുടെ പാർട്ട്ണറായാലും നമുക്കൊപ്പം ചിന്തിക്കുക, നമ്മളോടൊപ്പം ചിന്തിക്കുക, നമ്മളെ കൂടെ ചിന്തിക്കുക, നമ്മളെക്കാട്ടിയും വ്യക്തമായി വൃത്തിയായി ചിന്തിക്കുക എന്ന് പറയുന്നൊരു വലിയ അനുഗ്രഹമാണ്. പല അനുഗ്രഹങ്ങളുണ്ട്. ഒന്നാമത് ഒരു വിദേശ ഒരു ജനറ്റിക്സ് ഉള്ള ഒരു ആളാണ് എൻ്റെ വൈഫ്. അതെ. അപ്പോൾ ഇതുപോലെ ഒരു ഫോറസ്റ്റിൽ ഈ വിദേശത്തിലുള്ള എല്ലാ സൗകര്യങ്ങളും ഉപേക്ഷിച്ചിട്ട് വന്ന് താമസിക്കാനായിട്ട് സന്മനസ് കാണിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ മനസ്സാണ്. കാരണം വേറൊരു ഭാര്യയായിരുന്നു, ഒരുപക്ഷെ ഒരു ഇന്ത്യൻ ഭാര്യയായിരുന്നാൽ എനിക്കറിഞ്ഞൂടെ. ഞാൻ ചിലപ്പം പലർക്കും ഇന്ത്യ വംശജരായിട്ട് ആൾക്കാർക്ക് വിദേശത്ത് പോയാൽ പിന്നെ അവർക്കുള്ള ആ സ്വാതന്ത്ര്യം ഇവിടെ കിട്ടാത്തത് കൊണ്ട് ഇവിടെ വരാൻ വളരെ വളരെ മനസ്സില്ല. എൻ്റെ പല സുഹൃത്തുക്കൾക്കും വരാൻ താല്പര്യമുണ്ടെങ്കിലും ഭാര്യമാരും മക്കളും കാരണമാണ് വരാൻ. അതേസമയം ജീനിന് ഒരു പ്രശ്നമില്ലായിരുന്നു, ഇതിനോട് അതിലും താല്പര്യമാണ്. പക്ഷേ ജോസഫ് സാറ് നമ്മളെ മലയാളികൾ ഇല്ലെങ്കിൽ മലയാളി ഇപ്പം ഇതേപോലത്തെ ഒരു കാര്യവും പറഞ്ഞുകൊണ്ട് ഭർത്താവ് ചെന്നെന്ന് വെച്ചോ, സ്വാഭാവികമായിട്ടും അവര് നമ്മളെ വല്ല ഉളംപാറയിലോ വല്ല വട്ടാണെന്നോ പറഞ്ഞെഴുതിയിട്ടുള്ളതല്ല. ഇപ്പൊ ശരത്ത് തന്നെ ഇത് ശരത്തിന്റെ പെണ്ണുമ്പോഴത്ത് പറഞ്ഞെന്ന് വെച്ചോ, തനിക്ക് വട്ടാടോ എന്നേ പറയത്തോളൂ. അത് തന്നെയല്ല, അമേരിക്കയിൽ അത്രയും നല്ലൊരു പദവിയിൽ, അതായത് ജെറ്റിനാണ് നമ്മളെ ഓരോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത്. വളരെ വലിയ ഒരു നിരയിൽ നമ്മൾ ജീവിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ഓരോ ആഴ്ചയിലോ പാർട്ടി ഉണ്ട്, അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇടപെടുന്ന രീതിയും അതെല്ലാം വേറെ രീതിയിലാണ്. അതെല്ലാം കഴിഞ്ഞിട്ട് അല്ലേ, എല്ലാം പിനാക്കിളിലാണ്, കംപ്ലീറ്റ് ലക്ഷറി പിനാക്കിളിലാണ്. ഡോക്ടർ US, ഞാൻ നേരത്തെ പറഞ്ഞ ജെറ്റ് എന്ന് പറഞ്ഞ പ്രൈവറ്റ് ജെറ്റിലാണ് ഡോക്ടറിന് ഓരോ. എനിക്ക് ഒരു യൂണിവേഴ്സിറ്റിയിൽ പോകണം, അവരൊരു പ്രൈവറ്റ് ഹെലികോപ്റ്റർ ഉണ്ട്, അതിനകത്താണ് നമ്മളെ കൊണ്ടുപോകുന്നത്. അത്രയും സാഹചര്യങ്ങൾ സൗകര്യമുള്ള ഒരു ഇതിൽ നിന്ന് ഇവിടെ വരാനായിട്ട് പറയുമ്പോൾ ജീനിന് ഒരു പ്രശ്നമായിരുന്നു, ഇതായിരുന്നു താല്പര്യം. നമുക്ക് പോകാമെന്നും പറഞ്ഞിട്ട് പുള്ളിയാണ് ആദ്യം തയ്യാറെടുത്തത്. ഡോക്ടർ, ഈ ജ്ഞാനത്തിൻ്റെ അത്യുന്നതങ്ങളിലേക്ക് വലിഞ്ഞു കയറുമ്പോൾ എംപ്റ്റിനെസ് ആണ് അതിൻ്റെ ഏറ്റവും വലിയ അനുഭൂതി എന്ന് വിശ്വസിക്കുന്ന രീതിയിലാണ് ഞാൻ ഇത്രയും നേരം താങ്കളോട് സംസാരിക്കുമ്പോഴും താങ്കളെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോഴും എല്ലാം എനിക്ക് മനസ്സിലാക്കാം. കാരണം ഭൗതികമായ ജീവിതം അല്ലെങ്കിൽ ലക്ഷറീസ് ആയിട്ടുള്ളൊരു വേൾഡ്, ആഡംബര ലോകം, ഇതൊന്നുമല്ല. എല്ലാം ത്യജിച്ചുകൊണ്ട് പ്രകൃതിയിലേക്ക് വന്ന് ലയിക്കുമ്പോൾ, പ്രകൃതിയുമായി സംസാരിക്കുമ്പോൾ, പ്രകൃതിയെ മനസ്സിലാക്കുമ്പോൾ, ഇപ്പം പലർക്കും പറയാം കാശുണ്ടായി കഴിയുമ്പം ആർക്കും തോന്നാവുന്ന ഒരു കുന്തളിപ്പാണില്ലേ, ആർക്കും തോന്നാവുന്ന ഒരു അഹങ്കാരമാണെന്ന് പറയാം. കാശുള്ള എത്രയോ പേരുണ്ട് ഡോക്ടർ. കാശില്ലാത്തവരെ നിൽക്കട്ടെ, കാശുള്ള എത്രയോ പേരുണ്ട്. അവർ മണിമാളികൾ കിട്ടിയും ഈ പറഞ്ഞ ലക്ഷറീസ് വേൾഡിലും അവരിന്നും എന്തൊക്കെയോ ഡോക്ടറിൻ്റെ താഴത്തെ പിക്ചർ കണ്ടാണക്ക് ആ 5 ഇന്ദ്രിയങ്ങളിൽ ഏതോ ഒരു കുതിര വലിച്ചുകൊണ്ട് ഓടുക. ആ കുതിരയുടെ പിറകെ അവർ ഓടുക. ഈ കുതിരയെ മൊത്തം പിടിച്ചു നിർത്തി
ഇതാണ് എൻ്റെ ജീവിതം. ഇവിടെ ഡോക്ടറിന് യാതൊരു സൗകര്യങ്ങളും ഞാൻ കാണുന്നില്ല. കാരണം ഒരു പെയിൻറ്ററെ കിട്ടണമെങ്കിൽ, ഒരു പ്ലംബറെ കിട്ടണമെങ്കിൽ, ഞങ്ങളൊക്കെ സിറ്റി താമസിച്ചിട്ട് പോലും ഞങ്ങൾക്കൊരു ഇലക്ട്രീഷ്യനെയോ പ്ലംബറോ ഒന്നും കിട്ടാറില്ല. അവിടെ ഈ ചെങ്കല്ലും ഈ ഫെസിലിറ്റിയും ഹൃദയം പോലത്തെ ഒരു വാട്ടർ ഫൗണ്ടനും അല്ലേ, ഈ കംപ്ലീറ്റ് ഞാൻ ആലോചിക്കും ഈ വെൽഡിങ് വർക്ക്, ഈ ഗ്ലാസ് വർക്ക്, ഈ കണ്ണൂരിൽ നിന്ന്. സോ ഹൗ മെനി ഇയേഴ്സ്, എത്ര വർഷം എടുത്ത് ഡോക്ടർ ഇവിടെ വന്ന് ഇരുന്ന് സമാധാനമായി മെഡിറ്റേറ്റ് ചെയ്യാൻ? കേരളത്തിലായതുകൊണ്ട് ചോദിക്കുക, കാരണം ഇപ്പം വേറെ രാജ്യങ്ങളിലാണെങ്കിൽ ഒരു കോൺട്രാക്ട് കൊടുത്താൽ മതിയല്ലോ. അത് നമ്മൾ 7 വർഷം എടുത്തു ഈ വീടൊന്ന് ഈ നിലയിലെത്താൻ. 7 വർഷം. കാരണം ആദ്യം കോൺട്രാക്ട് എടുക്കുന്നവർ വലിയ ഇത് പറയും. അതായത് ഈ കോൺട്രാക്ട് ആദ്യം എടുത്ത ആള്, ഇതിന്റെ സ്ട്രക്ചർ ഉണ്ടാക്കിയ ആള്, എല്ലാവരും പറഞ്ഞു അത് സ്ട്രക്ചർ ഉണ്ടാക്കിയാൽ ഇട്ടിട്ട് പോകും എന്നുള്ളത് പറഞ്ഞിരുന്നു. അപ്പം നമ്മൾ കരാർ എഴുതി. എന്നിട്ട് അയാൾ പറഞ്ഞു ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന്. അതിൻ്റെ ഈ വോളും കെട്ടി സിമെൻറ്റും ഇട്ട് കഴിഞ്ഞാൽ അന്ന് അയാൾ പൈസ വാങ്ങി അയാൾ പോകും. അത് കഴിഞ്ഞിട്ട് ഓരോരുത്തരും വരും, അവർ വാങ്ങും, പോകും. ഇങ്ങനെ പല 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 ആൾക്കാർ കൂടി, അതായത് പല തന്തമാരുള്ള ഒരു സൃഷ്ടിയാണ്. കാരണം അത്രമാത്രം അത് വിഷമമായിട്ടുണ്ട്. ചിലർ പൈസ വാങ്ങിയിട്ട് വരില്ല, ചിലർ ഇത്ര രൂപ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ എന്ന് പറയും. അത് കൊടുത്തു കഴിഞ്ഞിട്ട് അഡ്വാൻസ് വാങ്ങിപ്പോവും, പിന്നെ വരില്ല. അങ്ങനെ കഷ്ടപ്പെട്ടു. പിന്നെ അവരും കഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം ഇത്രയും ബുദ്ധിമുട്ടിയിട്ട് ഈ സാധനങ്ങളെല്ലാം ഇവിടെ കൊണ്ടിരിക്കാന്ന് അത്ര എളുപ്പമൊന്നുമല്ല. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും പല മനുഷ്യരുടെ വളരെ ബുദ്ധിമുട്ട് പിടിച്ച പ്രയത്നത്തിലാണ് ഇത് വരുന്നത്. ഈ വീടിനൊരു പേരിട്ടിട്ടുണ്ടോ? നിക്കേത് എന്നാണ്. നിക്കേത്, അതായത് നിഖിൽ എന്നാണ് എൻ്റെ ആദ്യത്തെ മോൻ്റെ പേര്. രണ്ടാമത്തെ പേര് തേജസ്. നിഖിലും തേജസും കൂടെ താമസിക്കുന്ന സ്ഥലമാണ് നിക്കേത്. പക്ഷെ നിക്കേത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷെൽട്ടർ എന്നുള്ള ഒരർത്ഥമാണ്. ചെറുതേനാണ് ഇത്. ചെറുതേന്റെ കൂടുണ്ട് മുകളിൽ ഉണ്ടല്ലേ. ശ്രീലങ്കയുടെ അല്ലേ നാഷണൽ ട്രീ ആണ് ഇരുമ്പ് മരം. നമ്മൾ കേട്ടിട്ടുണ്ട് അയൺ ട്രീ. അതിന്റെ കായ്ക്കൊക്കെ എന്തോ ഔഷധ ഗുണമുണ്ടെന്നാണ് പറയുന്നത്. അതിന്റെ മുകളിൽ കായകൾ കണ്ടോ, നിറച്ചുണ്ട്. എനിക്ക് മമ്മൂക്ക പറഞ്ഞ ഡയലോഗാണ് ഓർമ്മ വരുന്നത്. ഇത് ജോസഫ് സാറേ ഒരു വരവും കൂടെ വരേണ്ടി വരും. കാരണം ഇത് ഒരു ദിവസം കൊണ്ടൊന്നും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഞങ്ങൾ എന്തായാലും 2-3 ഡേയ്സിന് വരും. അതും എനിക്ക് തോന്നുന്നു ഈ മഴക്കാലത്ത് വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ അട്ട പൊതിയുന്നുണ്ട്. കുറച്ചും കൂടെ ഒരു ഡ്രൈ സീസൺ പിടിക്കാൻ നോക്കും. ബട്ട് ദെൻ അഗൈൻ ഇതൊരു ഭയങ്കര ഹോളിസ്റ്റിക് അപ്രോച്ചാണ്. ഈ ഒരു ലൈഫ് സ്റ്റൈലിന് എന്താ പറയുക, പ്രകൃതിയുമായിട്ട് ബ്ലെൻഡ് ചെയ്തുള്ള ഈ ലൈഫ് സ്റ്റൈല് മറ്റുള്ളവർക്കും ഒരു മാതൃകയായിരിക്കട്ടെ. ജോസഫ് സാറിൻ്റെ സ്വപ്നങ്ങൾ തിരിച്ചറിഞ്ഞ് ഈ ജനവും ഈ സമൂഹവും ഈ ഗവൺമെൻറ്റും എല്ലാം സാറിനോടൊപ്പം നിന്ന് ഇതൊരു മഹത്തായ മൂവ്മെൻ്റ് ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മദൻ ഷൈൻ.